നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങളുമായി തെലങ്കാന സർക്കാർ. ഇനി മുതൽ ജീവനക്കാരുടെ ദൈനംദിന ജോലി സമയം 10 മണിക്കൂറും ആഴ്ചയിലത് 48 മണിക്കൂറുമായിരിക്കും. 30 മിനിറ്റ് വിശ്രമവും ഓവർ ടൈമിന് ശമ്പളവും നൽകണം. മംഗലം കുന്നിലെ മാൻ പേടയോ, മരതകാട്ടിലെ മയിൽ പേടയോ, തങ്കനൂപുരമണികൾ കിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം കേരളത്തിൻ്റെ പ്രശസ്ത കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മയെ അനുസ്മരിക്കുന്നു. ഹൈദരാബാദിലെ 4 പ്രമുഖ മലയാളി കൂട്ടായ്മകൾ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ആഗസ്റ്റ് മാസത്തിൽ സംഘടിപ്പിക്കുന്നു. ഇനി ചില്ലറയ്ക്ക് വേണ്ടിയുള്ള തർക്കമില്ല. ബസ്സുകളിൽ ഡിജിറ്റൽ ട്രാവൽ കാർഡ് സംവിധാനം നടപ്പിലാക്കി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ബസ്സുകളിലും ബസ് സ്റ്റേഷനുകളിലും യാത്രക്കാർക്കായി സൗജന്യ വൈഫൈ സേവനം ആരംഭിക്കാൻ തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ തീരുമാനം. ഹൈദരാബാദിലെ സൈനിക്പുരിയിലുള്ള കാപ്ര തടാക തീരത്ത് ജൂലൈ 24 കർക്കിടക വാവുബലി തർപ്പണം സംഘടിപ്പിക്കുന്നു. പുതിയ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഹൈദരാബാദിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ജൂലൈ 14 മുതൽ കാർഡുകൾ ലഭിച്ചു തുടങ്ങി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഈ വർഷത്തെ പോൾ ഡിക്ലോസ് മെമ്മോറിയൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് കുമാരി ML മാളവികയ്ക്ക് സമ്മാനിച്ചു. സെക്കന്ദരാബാദ് തിരുവനന്തപുരം റൂട്ടിലോടുന്ന ശബരി എക്സ്പ്രസ് ട്രെയിൻ സൂപ്പർഫാസ്റ്റായി ഉയർത്തി. സൂപ്പർഫാസ്റ്റ് സർവീസ് മാസങ്ങൾക്കുള്ളിൽ. നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സ്ഥലമേറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് ഫീൽഡ് സർവേ ആരംഭിച്ചു. മണിമല വില്ലേജിലെ ചാരുവേലി ഭാഗത്താണ് സർവേ തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം കേരളത്തിൻ്റെ പ്രശസ്ത കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മയെ അനുസ്മരിക്കുന്നു. NSKK ഹൈസ്കൂളിൽ വെച്ച് ആഗസ്റ്റ് 9 വൈകിട്ട് 5 മണിക്ക് നടത്തുന്ന ഈ അനുസ്മരണ യോഗത്തിൽ വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയും ഡോക്ടർ സജിത് യവൂരത്ത് വിശിഷ്ടാതിഥിയും ആയിരിക്കും. ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ചെങ്ങന്നൂർ ശ്രീകുമാറും സംഘവും ഒരുക്കുന്ന ഗാനസന്ധ്യയും ഉണ്ടായിരിക്കും. 1928 മാർച്ച് 25 വയലാറിൻ്റെ ജനനം. അന്ധവിശ്വാസങ്ങളും ജീർണമായ മതാചാരങ്ങളും സൃഷ്ടിച്ച കപട ലോകത്തിനെതിരെ പ്രവാചക മനസ്സോടെ പ്രതികരിച്ച വയലാർ മതങ്ങൾക്കതീതമായ മനുഷ്യനെന്ന മധുര സങ്കല്പത്തെ വാഴ്ത്തിപ്പാടിയിരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. സർഗസംഗീതം, മുളങ്കാട്, പാദമുദ്രകൾ, ആയിഷ, ഒരു യൂദാസ് ജനിക്കുന്നു തുടങ്ങിയ കവിതകളും 256 മലയാള സിനിമകൾക്കായി അദ്ദേഹം എഴുതിയ 1300ഓളം ഗാനങ്ങളും മലയാളി മനസ്സിനെ കുറച്ചൊന്നുമല്ല സ്പർശിച്ചത്. 1972 മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകളും 1962 ബെസ്റ്റ് കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാറിന് ലഭിച്ചിരുന്നു. 1975 ഒക്ടോബർ 27 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണ യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ജനറൽ സെക്രട്ടറി ശ്രീ ബാബു ഉണ്ണുണ്ണി അറിയിച്ചു. ഹൈദരാബാദിലെ 4 പ്രമുഖ മലയാളി കൂട്ടായ്മകൾ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ആഗസ്റ്റ് മാസത്തിൽ സംഘടിപ്പിക്കുന്നു. തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ തണലോണം 2025 മൽക്കജിഗിരി തിരുമല ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ആഗസ്റ്റ് 10 രാവിലെ 10 മണി മുതൽ നടത്തപ്പെടുന്നു. കലാഭവൻ രാകേഷിന്റെ രസികർ ടീം മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ മെഗാ ഷോയാണ് പരിപാടിയിലെ മുഖ്യ ഇനങ്ങളിലൊന്ന്. അതിലെ നാടൻപാട്ട്, സിനിമാ ഗാനങ്ങൾ എന്നിവയ്ക്ക് പുറമെയുള്ള ചെണ്ട വയലിൻ, ചെണ്ട ഗിറ്റാർ, മറ്റു വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഫ്യൂഷൻ സംഗീതം തുടങ്ങിയവ കണ്ണിനും കാതിനും മനസ്സിനും ഇമ്പമേകും.
ഗസ്റ്റ് ആർട്ടിസ്റ്റായി എത്തുന്ന പ്രശസ്ത സിനിമാ നടനും മിമിക്രി താരവുമായ പാഷാണം ഷാജിയുടെ സ്കിറ്റുകളും നാടൻപാട്ടും കോമഡി ഷോയും പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തും. കലാപരിപാടികൾ ആസ്വദിക്കാനും വിഭവസമൃദ്ധമായ സദ്യ രുചിച്ചറിയാനും തണലിന്റെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് തണൽ കുടുംബാംഗങ്ങളോടൊപ്പം ഇരട്ട നഗരത്തിലെ മുഴുവൻ സഹൃദയരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതായി സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ അറിയിച്ചു. CTRMA കൈരളി സമാജത്തിനായി സംഘടിപ്പിക്കുന്ന കൈരളി ഓണം ആഗസ്റ്റ് 17 സംസ്കൃതി രാജ്ഭവൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. തെലങ്കാന ഗവർണർ ഹിസ് എക്സലൻസി ശ്രീ ജിഷ്ണുദേവ് വർമ്മ മുഖ്യ അതിഥിയായിരിക്കും. കൊച്ചിൻ ആൽബം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയാണ് കലാപരിപാടിയിലെ മുഖ്യ ഇനങ്ങളിലൊന്ന്. വിജ്ഞാനോത്സവം, കരോക്കെ സംഗീതം, നൃത്യങ്ങൾ, നാടകം, സ്കിറ്റ്, വിവിധ സംഘടനകളുടെ കലാപരിപാടികൾ എന്നിവ ഓണാഘോഷത്തിന് കളറേകും. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടക സമിതി അറിയിച്ചു. സംഗമം കലാസാംസ്കാരിക കേന്ദ്രയുടെ പൊന്നോണ സംഗമം 2025 ആഗസ്റ്റ് 24 ചക്രിപുരം സിരി ഗാർഡനിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രശസ്ത ഗാതികൻ കലാശ്രീ ശ്രീ ഇടക്കൊച്ചി സലിംകുമാർ നയിക്കുന്ന കഥാപ്രസംഗം സ്വർഗത്തിൽ നിന്നൊരു വാട്സാപ്പ് ആണ് കലാപരിപാടിയിലെ മുഖ്യ ഇനങ്ങളിലൊന്ന്. പ്രിയ പ്രേക്ഷകരെ, നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ഈ മലയാള ഭൂമികയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കലാരൂപമാണ് കഥാപ്രസംഗം. കഥാപ്രസംഗ കല നമ്മുടെ മലയാള മണ്ണിൽ ആരംഭിക്കുന്നത് 1924 കാലയളവിൽ. തിരുവാതിരകളി, നൃത്യങ്ങൾ, കോമഡി ടൈം, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ, നാവിൽ രുചിയൂറുന്ന രസമുകുളങ്ങൾ വിരിയുന്ന ഓണസദ്യ എന്നിവയും ഓണാഘോഷത്തിന് നിറക്കൂട്ടേകും. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. മറ്റൊരു സംഘടനയായ കേരള സൗഹൃദ കലാവേദിയുടെ സൗഹൃദോണം 2025 രാമചന്ദ്രപുരത്തുള്ള ശ്രീ ബാലാജി ഗാർഡനിൽ വെച്ച് ആഗസ്റ്റ് 31 രാവിലെ 10 മണി മുതൽ നടത്തപ്പെടുന്നു. SS ഓർക്കസ്ട്ര ഒരുക്കുന്ന ഗാനമേള നയിക്കുന്നത് പ്രശസ്ത ഗായകൻ ശ്രീ സന്നിധാനന്ദനാണ്. പരിപാടികൾ ആസ്വദിക്കുന്നതിനും രുചികരമായ സദ്യയുടെ ഭാഗമാകുന്നതിനും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങളുമായി തെലങ്കാന സർക്കാർ. ഇനി മുതൽ ജീവനക്കാരുടെ ദൈനംദിന ജോലി സമയം 10 മണിക്കൂറും ആഴ്ചയിലത് 48 മണിക്കൂറുമായിരിക്കും. 30 മിനിറ്റ് വിശ്രമവും ഓവർ ടൈമിന് ശമ്പളവും നൽകണം. സംസ്ഥാനത്തെ കടകൾ ഒഴികെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്കാണ് പുതിയ നിയമം ബാധകമാകുന്നത്. 1988 തെലങ്കാന ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നമ്പർ 20 പ്രകാരം തൊഴിലാളികൾക്ക് നേട്ടവും വാണിജ്യ സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കിയുള്ളതാണ് പുതിയ നിയമം. ഇത് പ്രകാരം ജീവനക്കാരുടെ ദൈനംദിന ജോലി സമയം 10 മണിക്കൂറും ആഴ്ചയിലത് 48 മണിക്കൂറുമായിരിക്കും. ഈ സമയത്തിൽ കൂടുതലായി ജോലി ചെയ്യുന്നവർക്ക് ഓവർ ടൈം വേതനത്തിന് അർഹതയുണ്ട്. ഒരു ജീവനക്കാരൻ ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്താൽ 30 മിനിറ്റ് വിശ്രമം നൽകണം. ഓവർ ടൈം ഉൾപ്പെടെയുള്ള ഒരു ജീവനക്കാരൻ്റെ ജോലി സമയം 12 മണിക്കൂറിൽ കൂടുകയും അരുത്. ബസ്സുകളിലും ബസ് സ്റ്റേഷനുകളിലും യാത്രക്കാർക്കായി സൗജന്യ വൈഫൈ സേവനം ആരംഭിക്കാൻ തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനം. ദൂരേക്ക് സർവീസ് നടത്തുന്ന ലഹാരി AC ബസ്സുകളിൽ മാത്രമേ നിലവിൽ വൈഫൈ സേവനം നൽകുന്നുള്ളൂ. എന്നാൽ ഈ സൗകര്യം മറ്റു ബസ്സുകളിലേക്കും ബസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് TGSRTC ആലോചിക്കുന്നത്. ബസ് യാത്രകളിലും ബസ്സുകൾക്കായി സ്റ്റേഷനുകളിൽ കാത്തിരിക്കുമ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന യാത്രക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ നീക്കം. വൈഫൈ ഉപയോഗിച്ച് സംഗീതം, സിനിമകൾ തുടങ്ങിയ വിനോദ പരിപാടികൾ യാത്രക്കാർക്ക് സൗജന്യമായി നൽകുമ്പോൾ വാണിജ്യ പരസ്യങ്ങളും അതിൽ ഉൾപ്പെടും. ഇത് TGSRTCക്കും സേവനദാതാവിനും വരുമാനം പങ്കിടാനുള്ള ഒരവസരവുമാകും. ഇനി ചില്ലറയ്ക്ക് വേണ്ടിയുള്ള തർക്കമില്ല. ബസ്സുകളിൽ ഡിജിറ്റൽ ട്രാവൽ കാർഡ് സംവിധാനം നടപ്പിലാക്കി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. യാത്രക്കാർക്ക് സ്മാർട്ട് കാർഡ് ഉപയോഗപ്പെടുത്തി ടിക്കറ്റ് എടുക്കാം എന്നതാണ് പുതിയ സംവിധാനത്തിന്റെ സവിശേഷത. 100 രൂപയാണ് സ്മാർട്ട് കാർഡിന്റെ വില. 50 രൂപ മുതൽ 3000 രൂപയ്ക്ക് വരെ കാർഡിൽ റീചാർജ് ചെയ്യാം. പൂർണ്ണമായും കൈമാറ്റം ചെയ്യാവുന്ന ഈ കാർഡ് കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഒരേപോലെ ഉപയോഗിക്കാം. യാത്ര ചെയ്യുന്നതിനനുസരിച്ച് കാർഡിലെ ബാലൻസ് കുറയുമെന്ന് മാത്രം. കണ്ടക്ടറെ സമീപിച്ചാൽ കാർഡ് റീചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്.
അതേസമയം പുറത്തിറക്കിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്മാർട്ട് കാർഡിന് വലിയ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയ ഡിപ്പോകളിലെല്ലാം തന്നെ സ്റ്റോക്ക് തീർന്ന അവസ്ഥയുമാണ്. ഹൈദരാബാദിലെ സൈനിക്പുരിയിലുള്ള കാപ്ര തടാക തീരത്ത് ജൂലൈ 24-ന് കർക്കിടക വാവുബലി തർപ്പണം സംഘടിപ്പിക്കുന്നു. ഹൈന്ദവരുടെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൂർവികർക്കായി കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ചെയ്യുന്ന ശ്രാദ്ധകർമ്മം അഥവാ കർക്കിടക വാവുബലി. പൂർവികരെ സ്മരിച്ച് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം നേടുക എന്നതാണ് ബലിതർപ്പണത്തിന്റെ അടിസ്ഥാന തത്വം. ബലിതർപ്പണത്തിനുള്ള ബുക്കിംഗ് നടന്നു വരുന്നതായി ഭാഗ്യനഗറിലുള്ള രാമധർമ്മ പ്രചാർ സഭ അറിയിച്ചു. ജൂലൈ 21 വരെ ബുക്ക് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനുമായി 9985642792 9074673354 9440450482 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഹൈദരാബാദിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ജൂലൈ 14 മുതൽ കാർഡുകൾ ലഭിച്ചു തുടങ്ങി. 29,487 പേർക്കാണ് ആദ്യഘട്ടത്തിൽ റേഷൻ കാർഡുകൾ ലഭിക്കുക. അപേക്ഷകളുടെ പരിശോധന, വിതരണ പ്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ തുടരുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ ശ്രീനിവാസ് അറിയിച്ചു. പുതിയ കാർഡുകൾ ലഭിക്കുന്ന ആളുകൾക്ക് സെപ്റ്റംബർ മുതൽ റേഷൻ സാധനങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടാകും. ഹൈദരാബാദിനൊപ്പം രംഗാറെഡ്ഡി, മേഡ്ചൽ മൽക്കജ്ഗിരി ജില്ലകളിലും കാർഡുകളുടെ വിതരണം നടക്കും. ഹൈദരാബാദിൽ ഇതുവരെ പുതിയ കാർഡിനായി 2.5 ലക്ഷം പേർ അപേക്ഷിച്ചു. അപേക്ഷകൾ തുടർച്ചയായി സ്വീകരിക്കണമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് മീസേവാ കേന്ദ്രങ്ങളിലൂടെ പ്രതിദിനം 5000 മുതൽ 6000 അപേക്ഷകൾ വരെ സമർപ്പിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഈ വർഷത്തെ പോൾ ഡിക്ലോസ് മെമ്മോറിയൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് കുമാരി ML മാളവികയ്ക്ക് സമ്മാനിച്ചു. ഹൈദരാബാദിലെ പാരഡൈസ് ലാൻഡ്സ് ക്ലബിൽ വെച്ച് ജൂലൈ 6-ന് നടന്ന എയ്മയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചാണ് മാളവികയ്ക്ക് അവാർഡ് സമ്മാനിച്ചത്. എയ്മ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ നന്ദകുമാർ മെമന്റോ നൽകി. തെലങ്കാന ഘടകം പ്രസിഡന്റ് ശ്രീ PVK രാമൻ ഷാൾ അണിയിച്ചു. സെക്രട്ടറി VAK മേനോൻ ക്യാഷ് അവാർഡും നൽകി. ശ്രീ വിനോദ് മത്തായി, ശ്രീ CG ചന്ദ്രമോഹൻ, ശ്രീ ദേവരാജൻ, ശ്രീ BCR നായർ, ശ്രീമതി രജിത പത്മനാഭൻ, ശ്രീ വിഘ്നേഷ് വിശാലൻ, ശ്രീമതി ഷേർലി ഇടവന, ശ്രീമതി സുജ പവിത്രൻ, ശ്രീമതി സിനീബ വിനോദ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. സെക്കന്ദരാബാദ് തിരുവനന്തപുരം റൂട്ടിലോടുന്ന ശബരി എക്സ്പ്രസ് ട്രെയിൻ സൂപ്പർഫാസ്റ്റായി ഉയർത്തി. സൂപ്പർഫാസ്റ്റ് സർവീസ് മാസങ്ങൾക്കുള്ളിൽ. ഇതു സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ റെയിൽവേ ബോർഡ് സതേൺ റെയിൽവേക്ക് കൈമാറിയിട്ടുണ്ട്. സൂപ്പർഫാസ്റ്റായി മാറുന്നതോടെ ശബരി സതേൺ റെയിൽവേയുടെ വണ്ടിയാകും. ഒപ്പം നിലവിലെ വണ്ടി നമ്പറായ 017229 017230 എന്നത് 20629 20630 എന്നായിട്ടും മാറും. വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരത്തേക്ക് മാറ്റുവാനും തീരുമാനമായിട്ടുണ്ട്. ശബരി സൂപ്പർഫാസ്റ്റായി ഓടിത്തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന സമയത്തിൽ മാറ്റമില്ല. സെക്കന്ദരാബാദിൽ പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് എത്തിച്ചേരും. സെക്കന്ദരാബാദിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് 2:35 പുറപ്പെടുന്ന ശബരി പിറ്റേ ദിവസം വൈകിട്ട് 6:20 തിരുവനന്തപുരത്തും എത്തിച്ചേരും. നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സ്ഥലമേറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് ഫീൽഡ് സർവേ ആരംഭിച്ചു. മണിമല വില്ലേജിലെ ചാരുവേലി ഭാഗത്താണ് സർവേ തുടങ്ങിയത്. 4 മാസം കൊണ്ട് സർവേ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതായി റവന്യൂ വകുപ്പ് വാല്യുവേഷൻ അസിസ്റ്റന്റ് M. അരുൺ അറിയിച്ചു. റവന്യൂ വകുപ്പ് നിയോഗിച്ച 5 താൽക്കാലിക സർവേയർമാരും 1 റവന്യൂ സർവേയറും ഉൾപ്പെടെ 6 പേരാണ് നിലവിൽ സർവേ സംഘത്തിലുള്ളത്. കൂടുതൽ പേരെ നിയമിച്ച് സർവേ വേഗത്തിലാക്കും. മണിമല വില്ലേജിലെ സർവേ പൂർത്തിയാക്കിയ ശേഷം എരുമേലി തെക്ക് വില്ലേജിലെ സർവേ തുടങ്ങും. എരുമേലി തെക്ക്, മണിമല വില്ലേജുകളിൽ നിന്നായി 1040 ഹെക്ടർ സ്ഥലമാണ് ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത്. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.